ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് നാളത്തെ സത്യപ്രതിജ്ഞയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ. LDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാന ഘട്ടത്തിൽ. നാളെ വൈകിട്ട് 4 മണിക്കാണ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള 19 അംഗ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ചടങ്ങിന് സാക്ഷിയാവാൻ 10,000-ങ്ങളാണ് എത്തുക. ചെങ്കടലിരമ്പലിന് കാതോർത്താണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം LDFന്റെ പിണറായി വിജയൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി ഒരുങ്ങുന്നത്. നാളെ വൈകിട്ട് 4 മണിക്കാണ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. സെക്രട്ടേറിയറ്റിനോട് ചേർന്നാണ് വേദി. 2500 പേർക്ക് പ്രധാന പന്തലിലിരിക്കാം. 30,000 പേർക്ക് തത്സമയം ചടങ്ങ് വീക്ഷിക്കാവുന്ന രീതിയിലാണ് വേദി ഒരുക്കുന്നത്. മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ വേദിയുടെ മുൻഭാഗത്തും ഗാലറിയിലും പന്തലിട്ടിട്ടുണ്ട്. വേദിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സ്റ്റേഡിയം സന്ദർശിച്ചു. ഏറ്റവും വലിയ ജനസാഗരമാകും നാളത്തെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷ്യം വഹിക്കുകയെന്ന് കോടിയേരി പറഞ്ഞു. നാളെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാവും. അതുകൊണ്ട് അവർക്കെല്ലാം ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. പരമാവധി ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള കാര്യം സംശയമാണ്. തലസ്ഥാനത്തിന്റെ നഗരവീഥികൾ ചെങ്കടലാകുമെന്നതിനാൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണവും നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് സത്യപ്രതിജ്ഞ അടുത്തു കാണാനായി LED സ്ക്രീനുകളും ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവർക്കായി സെക്രട്ടേറിയറ്റ് അനക്സ്, ജേക്കബ്സ് ജംഗ്ഷൻ, പാളയം, സ്റ്റാച്യു എന്നിവിടങ്ങളിലും ജനങ്ങൾക്ക് ചടങ്ങ് തത്സമയം വീക്ഷിക്കാൻ സാധിക്കും. വൻ ജനക്കൂട്ടം എത്തുമെന്നതിനാൽ മെഡിക്കൽ സംഘത്തിന്റെ സേവനവും സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള ഒരുക്കങ്ങൾ ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. സത്യപ്രതിജ്ഞയ്ക്കായി എത്തുന്ന ജനങ്ങളെ സ്റ്റേഡിയം ഉൾക്കൊള്ളുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ RK കുമാറിനൊപ്പം ഷീജ. നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സർക്കാരിൻ്റെ നിലപാടുകൾ, പ്രതീക്ഷകൾ, ഒപ്പം കടമ്പകൾ, ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് എന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി, CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ A റഹീം, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഉണ്ണി ചെറിയാൻ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ജ്യോതികുമാർ ചാമക്കാല. ചർച്ച ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിൽ നിന്ന് തുടങ്ങും. പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. സത്യപ്രതിജ്ഞ നാളെയാണ്. മന്ത്രിമാരെക്കുറിച്ചുള്ള രൂപങ്ങൾ പുറത്തെത്തിയിരിക്കുന്നു. മറ്റ് ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ആശയപരമായി എന്ത് നന്മയാണ് ഈ സർക്കാരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് വരുന്ന ദിവസങ്ങളിൽ? അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ അതിന് തുടർച്ചയായി ഈ സർക്കാരും ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സർക്കാർ നല്ല രീതിയിൽ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സർക്കാരിന് എല്ലാ ഭാവങ്ങളും തരാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കും. സാധാരണ ഈ സർക്കാരിൻ്റെ ആശയങ്ങളും നിലപാടുകളും പരിപാടികളും എല്ലാം ഒരു ആശയവുമായിട്ട്, അതിൻ്റെ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. കോൺഗ്രസ് സർക്കാർ തുടർന്നു വന്നതിൽ നിന്നും ആശയപരമായിട്ടുള്ള വ്യത്യാസം ഈ സർക്കാരിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? അല്ല, അത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അവരിപ്പോൾ ഓരോ പദ്ധതികൾ, ഓരോ മന്ത്രിമാർ ആരൊക്കെയാണെന്ന് പോലും ഒഫീഷ്യലായി ഡിക്ലെയർ ചെയ്തിട്ടില്ല. അവരും നമ്മളെ അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ ഐഡിയോളജിയോ ആശയങ്ങളോ ഇതിലേക്ക് സർക്കാരിലേക്ക് റിഫ്ലക്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് രീതി? സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം പാർട്ടിയുടെ ഐഡിയോളജിയും എപ്പോഴും അക്രമം തന്നെയാണ്. അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അത് കാസർഗോഡും കണ്ണൂരും ഒക്കെ മരണത്തിലൂടെയും 2 മരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവിടെ അക്രമം ഉറപ്പാണ് എന്ന് ഞങ്ങൾ അടിക്കടി പറഞ്ഞിരുന്നു. അത് ശരിവെക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് നടന്ന ഏതാണ്ട് 28ഓളം രാഷ്ട്രീയ കൊലപാതകങ്ങളെ എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞതല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്ന് 2 ദിവസം ഓരോ കൊലപാതകം വീതം നടന്നിരിക്കുന്നത്. ഇന്നും ഞങ്ങളുടെ പാർട്ടി ഓഫീസുകൾ കൊട്ടാരക്കര അടിച്ച് നശിപ്പിക്കുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് കരുനാഗപ്പള്ളിയിൽ അടിച്ച് നശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന കാര്യത്തിൽ CPM അവരുടെ പഴയ സ്വഭാവത്തിൽ ഒരു ആശയപരമായി ഉണ്ടാവുന്ന മാറ്റത്തിൽ അക്രമമാണ് താങ്കൾ ഏറ്റവും ആദ്യമായി കാണുന്നത്. ഫക്രുദ്ദീൻ അലി, പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് താങ്കൾക്ക് പ്രതികരിക്കാം. അതിനോടൊപ്പമുള്ള ഒരു ചോദ്യം, ഇടതു വന്നാലും വലതു വന്നാലും ഒന്ന് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഏത് സർക്കാരും ഒരുപോലെ തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെങ്കിലും നമ്മുടെ മുമ്പിലുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ റെപ്ലിക്ക തന്നെ ആയിരിക്കുമോ ഈ സർക്കാർ, അതോ മാറ്റമുണ്ടാവാൻ സാധ്യതയുണ്ട്? അങ്ങനെ കഴിഞ്ഞ സർക്കാരിൻ്റെ റെപ്ലിക്ക ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പൊതുവെ കേരളത്തിലെ UDF ആണ്, LDF ആണ്, സെൻറ്റർ ലെഫ്റ്റ് കോalitions ആണ്. ആ കാര്യത്തിൽ പ്രശ്നമില്ല. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, കോൺഗ്രസ് നടപ്പിലാക്കുമ്പോൾ ജനപക്ഷ അജണ്ട എന്നതിലുപരിയായിട്ട് മറ്റ് പല അഴിമതിക്കും അതുപോലെ തന്നെ ഒരുപാട് ഇതിനൊക്കെ ലൂപ്പ് ഹോൾസ് ഇട്ടുകൊണ്ടുള്ള ഒരു മുതലാളി പക്ഷ അജണ്ടയോ അല്ല ഉദ്യോഗസ്ഥ പക്ഷ അജണ്ടയാണ് നടപ്പിലാക്കാറുള്ളത്. അതിപ്പോൾ LDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ മനസ്സിലാവും. കേരളത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് വരുന്നവരാണ്. 57 വിദ്യാഭ്യാസ ബില്ലാണ്, ഭൂപരിഷ്കരണമാണെങ്കിലും, തുടർന്ന് വന്നിട്ടുള്ള സാക്ഷരതാ പ്രവർത്തനമാണെങ്കിലും, തുടർന്ന് വന്നിട്ടുള്ള ജനകീയ ആസൂത്രണമാണെങ്കിൽ, എന്നാൽ കഴിഞ്ഞ തവണ ഇങ്ങനെയുള്ള ബിഗ് പ്രൊജക്റ്റുകളായിരുന്നില്ല. എന്നാൽ പൊതുവെ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ ജനപക്ഷത്ത് നിന്ന് കൊണ്ടുവരാനാണ് കഴിഞ്ഞ തവണ ശ്രമിച്ചത്. ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് തോമസ് ഐസക്കും BS ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് ഫിനാൻസ് മാനേജ്മെന്റിനാണ്. അത് വണ്ടർഫുള്ളായി കൈകാര്യം ചെയ്തു. ഇവരെന്താ സംഭവിച്ചത്? ഇവരുടെ ഭാഗത്ത് എത്തിയാൽ ഇതിലുള്ള അഴിമതി വ്യാപകമായി. ആദ്യം തൊട്ട് അവസാനം വരെ അഴിമതി, പിന്നെ വർഗീയ പ്രീണനം, സാമുദായിക പ്രീണനം, ഇതെല്ലാമാണ്. ഇങ്ങനെ സാമുദായിക പ്രീണനങ്ങളും അഴിമതിയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിലവിലുള്ള സിസ്റ്റത്തെ കൂടുതൽ നല്ല രീതിയിൽ പ്രോഗ്രസീവായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് കുറ്റമിട്ട രീതിയിൽ കൊണ്ടുപോകാനായിരിക്കും LDF ശ്രമിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഉണ്ണിച്ചെറിയാൻ, ആശയപരമായി നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെതായി മുന്നോട്ട് വയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളായിരിക്കാം, മറ്റിടതുപക്ഷ ആശയങ്ങളായിരിക്കാം, അത് ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമെങ്കിൽ എന്ത് തരത്തിലായിരിക്കും അത് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കുക? സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും LDFനെ ഞാൻ വ്യക്തിപരമായിട്ട് UDF നിന്നും വ്യത്യസ്തമായി കാണുന്ന രണ്ട് മേഖലകൾ. ഒന്ന്, അഴിമതി വളരെ തീരെ കുറവായിരിക്കുന്നു. രണ്ട്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു സുശക്തമായ നിലപാടുണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ അഴിമതി ആരോപണങ്ങളെ പോലും നമുക്ക് ഇത്തരം വർഗീയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കാണാവുന്നതാണ്. അപ്പോൾ ആ മേഖലയിൽ സുശക്തമായൊരു നിലപാട് എടുക്കാൻ എനിക്ക് തോന്നുന്നു പിണറായി വിജയനെ പോലെ ആപ്റ്റായിട്ടുള്ള വേറൊരാളതിനില്ല. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരുമ്പോൾ കേരളത്തിലെ ജനം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, റഹീം, 3 പേരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇതിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉയർത്തിയ ഒരു ആരോപണം കഴിഞ്ഞ അധികാരത്തിലേക്ക് ഏറിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ അക്രമത്തിൻ്റെ പാത CPM പിന്തുടരുന്നു. ഒന്ന്. രണ്ടാമത്തത്, ഈ ഗാലറിയിലിരുന്ന് കളി കാണാൻ പലപ്പോഴും എളുപ്പമാണെന്ന് പറയാറുണ്ട്. എന്നാൽ അത് വിട്ടിട്ട് ഗ്രൗണ്ടിലിറങ്ങിയുള്ള കളിയിലേക്ക് പോവുകയാണ്. ഇതുവരെ ഉയർത്തിയ അഴിമതിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, വിലക്കയറ്റത്തിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ട ജനപക്ഷത്ത് നിൽക്കുന്ന വികസനം എന്നുള്ള ഒരു പുതിയ മാൻഡേറ്റ് തന്നെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക, എങ്ങനെയായിരിക്കും പരിഗണിക്കുക സർക്കാർ? ആദ്യമായിട്ടുള്ള LDF കളിക്കളത്തിൽ ഇറങ്ങുന്നത് എത്രയോ തവണ, 57 മുതൽ ഇങ്ങോട്ട് ആദ്യം കളിക്കളത്തിൽ ഇറങ്ങുന്നത് ഞങ്ങളാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. മറ്റൊന്ന്, അഴിമതിയുമായി ബന്ധപ്പെട്ട അതൊരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇച്ഛാശക്തിയാണ് അഴിമതി കൈകാര്യം ചെയ്യുന്നതിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അഴിമതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അഴിമതി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ആഗോള രാഷ്ട്രീയത്തിലെല്ലാം തന്നെ സർവ്വസ്വാഭാവികമാണ്. പക്ഷേ അഴിമതിയോട് എങ്ങനെയാണ് സമീപനം, ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സമീപനം, ഇത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ P. ജോസഫിനെതിരെ കഴിഞ്ഞ അഴിമതി ആരോപണം വന്നു, നിമിഷങ്ങൾക്കകം രാജിവെച്ചു. TU കുരുവിള രാജിവെക്കേണ്ടി വന്നു. ഇതൊന്നും തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് എന്തെങ്കിലും തരത്തിലുള്ള വലിയൊരു പ്രഷറൈസേഷൻ്റെ ഭാഗമായിട്ടോ ദീർഘനാൾ നീണ്ടുന്ന ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടോ ഒന്നുമല്ല. ഞാനൊന്ന് പറയട്ടെ, അഴിമതിയോട് ഒരു സമീപനം, ധാർമ്മികമായ കീഴ്വഴക്കം, അങ്ങ് പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്തും ഉണ്ടായിരുന്നു. KP വിശ്വനാഥൻ മാത്രമല്ല, K. കരുണാകരൻ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഇറക്കിവിട്ട K. കരുണാകരൻ ഉണ്ടായിരുന്നു, ആന്റണി ഉണ്ടായിരുന്നു, അങ്ങനെ എത്രയോ പേർ, KK രാമചന്ദ്രൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പ് വാറിനെ കുറിച്ച് വാവിട്ട് കരഞ്ഞെന്ന് പറഞ്ഞ ശ്രീ KK രാമചന്ദ്രൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. ഇത് കേരളത്തിൽ ഒന്ന് ധാർമ്മികത, കീഴ്വഴക്കം, മറ്റൊന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് വലിയ വില കൊടുക്കുന്നവരാണ്. ഭരിക്കുന്നവർ ആരോപണ വിധേയരായിരിക്കരുത് എന്ന് വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു സമീപനം, ഈ ഒരു സംശയവും വേണ്ട. ഒന്ന്, 2 തരത്തിൽ അഴിമതി നമുക്ക് കാണാം. ഒന്ന്, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഴിമതി, അത് മന്ത്രിമാരുടെ എല്ലാം അഴിമതി. രണ്ടാമതൊന്ന്, സിവിൽ സർവീസ് വ്യവസ്ഥയുടെ അഴിമതി. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഭരണയന്ത്രത്തിലെ അഴിമതിയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ അഴിമതിയും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായിരിക്കും താൻ നേതൃത്വം കൊടുക്കുകയെന്ന് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി സഖാവ് പിണറായി വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അഴിമതിക്കെതിരായ ഞങ്ങളുടെ പൂർവ്വകാല നിലപാടുകൾ സഖാവ് പിണറായിയുടെ ഇന്ന് വളരെ ഒരു ചോദ്യമുള്ളത്, പലപ്പോഴും ഇപ്പൊ ജനപക്ഷത്ത് നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങളായിരിക്കുമെന്ന് പറഞ്ഞു ഫക്രുദ്ദീൻ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒപ്പം അഴിമതി ഇല്ലായ്മയായിരിക്കും ഇനി ഉണ്ടാവുക എന്ന് പറയുകയുണ്ടായി. ഇതുവരെ LDF ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ, അത് സോളാറിലാകട്ടെ, ബാർക്കോടയിലാകട്ടെ, മെത്രാൻ കായൽ ഉൾപ്പെടെയുള്ള അവസാനത്തെ ക്യാബിനറ്റിലെ തീരുമാനങ്ങളാകട്ടെ, ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? സർക്കാർ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. സ്വാഭാവികമായും ഇന്നലെ വരെ നടന്നിട്ടുള്ള അഴിമതികൾ നാളെ ഏറ്റെടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരിക്കും. അത് ഈ നാടിൻ്റെ പൊതുപണം കൊള്ളയടിച്ചിട്ടുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, 1 രൂപയാകട്ടെ, അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ്. അതുകൂടിയാണ് ഞങ്ങൾ നാളെ ഏറ്റെടുക്കുന്നത്. ഒരു സംശയം വേണ്ടതിലുണ്ടാകും. രണ്ടാമതൊരു കാര്യം, അതായത് ഈ പറഞ്ഞ അഴിമതി ആരോപണങ്ങൾക്കെതിരെയൊക്കെ തന്നെ അത് തെളിയിക്കുന്നു, വെറും ആരോപണങ്ങളല്ലെന്ന് തെളിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടാകുമോ LDFിന്റെ? കർശനമായ നിലപാടുകളുണ്ടാകും. നമ്മുടെ അഴിമതി നിരോധന നിയമങ്ങൾ തന്നെ ഇവിടെ പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് ഇപ്പോൾ ഇത്രയും ലാഗ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം എന്താ? വിജിലൻസിനെ സ്വതന്ത്രമാക്കുമെന്നാണ്.
കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തെന്താ? വിജിലൻസിനെ പൂർണ്ണമായി ചിറകിനടിയിൽ ഒളിപ്പിച്ചു, കൂട്ടിലടച്ച തത്തയെന്ന് ഇവിടെ പറയാം. രണ്ടാമതൊന്ന് ആർ ടി ആക്ടിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് അഴിമതി നിരോധനവുമായി മുൻനിർത്തിയാണ് രാജ്യത്തുണ്ടായ വിപ്ലവകരമായ തീരുമാനമാണത്. ആ തീരുമാനത്തെ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് കോടതി കയറിയവരാണ്. ശരി, വ്യക്തമാണ്. അതായത് അഴിമതി ഇല്ലാത്തതും ഇനി അങ്ങോട്ട് അഴിമതി ഇല്ലാത്തതും ഓൾറെഡി വന്നിരിക്കുന്നു എന്ന് പറയുന്ന അഴിമതിയെക്കുറിച്ച് ശക്തമായുള്ള അന്വേഷണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണെന്നാണ് ശിവരഹിയും പറയുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അഴിമതിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, തങ്ങൾക്ക് അതിൽ പ്രതികരണം ഉണ്ടെങ്കിൽ അതിലേക്ക് കടക്കാം. മറ്റൊന്ന്, ഈ ഇലക്ഷൻ സമയത്തും അതിനു മുമ്പുമൊക്കെ തന്നെ ഒരുപാട് ഉയർന്നു കേട്ട കാര്യങ്ങളിലൊന്ന് ഏറ്റവും അടിസ്ഥാനപരമായി നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ ജീവിതത്തിനെ കുറിച്ചാണ്. നമ്മൾ ഈ റോട്ടി കപ്പട മക്കാൻ എന്നൊക്കെ പറയാറുണ്ട്. അതിൽ റോട്ടി എന്ന് പറയുന്ന ഭക്ഷണം തന്നെ ഇല്ലാത്ത പല ആൾക്കാരെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്റ്റോറീസും ഒക്കെ നമ്മൾ കേൾക്കുകയാണ്. സ്റ്റോറി എന്ന് ഞാൻ പറയുന്നില്ല, റിയാലിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അതിന് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് കോൺഗ്രസിൻ്റെ നിർദ്ദേശം? ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. തീർച്ചയായിട്ടും. ഇതിനകത്ത് ഇപ്പോൾ ഈ അഴിമതി തെളിയിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ശ്രീ പിണറായി വിജയൻ പണ്ട് വൈദ്യുതി മന്ത്രിയായതിനു ശേഷം പിന്നീട് ആദ്യമായിട്ടാണ് ക്യാബിനറ്റിലേക്ക് വരുന്നത്, നേരിട്ട് മുഖ്യമന്ത്രിയാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് മലബാർ ക്യാൻസർ സെൻ്ററിന് 105 കോടി രൂപയുടെ മലബാർ ക്യാൻസർ സെൻ്റർ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇനി 5 വർഷം അധികാരത്തിലുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ട ഈ 105 കോടി രൂപയുടെ മലബാർ ക്യാൻസർ സെൻ്റർ SNC ലെവലിനെ കൊണ്ട് അദ്ദേഹം കണ്ണൂരിൽ തിരിച്ചു കൊണ്ടുവരുമോ? അദ്ദേഹം പുകമറയിലാണല്ലോ, ഇപ്പോഴും അദ്ദേഹം പുകമറയിലാണ്. കോടതി ഞാൻ പറഞ്ഞോട്ടെ, അല്ല അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം 374 കോടി രൂപയുടെ SNC ലെവലിലാണ്. ഈ അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ അത് ഉൾപ്പെടെ പറയണം. അന്ന് കിട്ടുമെന്ന് പറഞ്ഞിരുന്ന മലബാർ ക്യാൻസർ സെൻ്റർ തുടങ്ങും എന്ന് പറയുന്നത് 105 കോടി രൂപ തിരിച്ചു കൊണ്ടുവന്ന് ഹോസ്പിറ്റൽ നന്നാക്കുമോ? ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞു. രാഷ്ട്രീയ ധാർമ്മികത നമ്മൾ മെനഞ്ഞാന്ന് കണ്ടു. കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോ നമ്മൾ പറഞ്ഞു വിടുന്നത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണെന്ന്. രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് ഇതെല്ലാം ചേരുന്നതാണ്. രാഷ്ട്രീയ ധാർമ്മികതയെ കുറിച്ച് പറയണ്ട. രാഷ്ട്രീയ ധാർമ്മികതയെ കുറിച്ച് പറയാൻ അവർക്ക് അവകാശമില്ലെന്ന് ഏറ്റവും അവസാനത്തെ ഞങ്ങളാരും പറഞ്ഞില്ല. ഞാൻ ഒരു കാര്യം വളരെ നെഗറ്റീവായിട്ട് ആദ്യം CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ പറ്റി CPM ഇവിടെ അധികാരത്തിൽ ഈ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തില്ല. നമ്മുടെ സഖാവ് പിണറായി വിജയന്റെ ആഹ്ലാദപാഠം നടത്തുന്നതിനിടെ RSS ആക്രമിച്ചവനെ കൈ കെട്ടി നോക്കി കണ്ടിരുന്നു. ഇതാണ് അതുപോലെ തൃശ്ശൂർ കല്യാണം ഇങ്ങോട്ടാണ് നടന്നത്. അതിന്റെയൊക്കെ പുറത്ത് തെറ്റായ ധാരണ. മന്ത്രിസഭ അധികാരം ഏറ്റില്ല, മനസ്സിലാക്കണം. ഇപ്പോൾ ചുമതല രമേശ് ചെന്നിത്തല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് അവരുടെ കുറ്റമാണ്. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയന്റെ കാര്യത്തിൽ ഇപ്പം റഹീം പറഞ്ഞ കാര്യത്തിൽ ഞാൻ നേരത്തെ അഴിമതിയുടെ കാര്യം പറഞ്ഞല്ലോ. അഴിമതിക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവരെ കാലത്ത് ഇതുപോലെ പൊളിറ്റിക്കൽ വിച്ച് ഹണ്ട് ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? പൊളിറ്റിക്കൽ വിച്ച് ഹണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാവ്ലിംഗ് കേസിൽ ഓരോ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവർ ലാവ്ലിംഗ് കേസ് എടുത്തിടും. അവസാനം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായിട്ടായിരിക്കുമല്ലോ ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്, എന്ത് അഡ്വൈസാണ്, എന്ത് അഭിപ്രായമാണ് ഇടതുപക്ഷത്തിനോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അടിസ്ഥാന വിഭാഗങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളെ കുറിച്ച്? അല്ല, അവർ കേരളത്തിന് ഒരുപാട് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത്. ആ പ്രതീക്ഷകൾ പൂണിയട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുമ്പോൾ പട്ടിണി മരണത്തെക്കുറിച്ച് പട്ടിണിയെക്കുറിച്ചും ആഹാരത്തിൻ്റെ ലഭ്യത ഇല്ലായ്മയെക്കുറിച്ചും പറഞ്ഞു. എവിടെയാണ് ഇവിടെ പ്രശ്നം? കേരളത്തിൽ ഈ കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കിലോയ്ക്ക് 1 രൂപ നിരക്കിൽ അരി കൊടുത്തതായാലും ഏറ്റവും അവസാനം സൗജന്യമായി അരി കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഒന്ന്. രണ്ട്, ഇവിടുത്തെ മദ്യനയത്തെ വിമർശിച്ചു. ഇന്നലെ അധികാരമേറ്റ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആദ്യം ചെയ്തതെന്താ? വൈൻ ഷാപ്പുകൾ പൂട്ടുക ആദ്യം ചെയ്തത്. അപ്പോൾ അതല്ല എൻ്റെ വിഷയം. ഇവിടെ അവർ പുതിയ അധികാരത്തിൽ വന്നിരിക്കുന്നു. അവരുടെ പ്രകടന പത്രിക വെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് അവരെന്തെല്ലാം ഓഫർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവർ നടത്തട്ടെ. അതിനെല്ലാ പിന്തുണയും. അല്ല, ഞങ്ങൾ ആരും അഡ്വൈസ് ചെയ്യുന്നത് അവരവരുടെ ഭൂരിപക്ഷം ഉണ്ട്. തീർച്ചയായിട്ടും ഓരോ കാര്യത്തിലേക്ക് ഓരോ ഇഷ്യൂലേക്കും വരുമ്പോൾ ഓരോ ഇഷ്യൂലേക്കും ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ഞങ്ങൾ അതിന് ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ സഹകരിക്കും. ഞങ്ങൾക്ക് അതിനുള്ള അവസരം ശ്രീ വി എസ് അച്യുതാനന്ദൻ തരണമെന്നുകൂടെയാണ് ഞങ്ങൾ പറയാനുള്ളത്. കാരണം അദ്ദേഹം ഇന്ന് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. വിജയം ഭക്ഷിക്കാനുള്ളതാണ്, അല്ലാതെ പരാജയം ഭക്ഷിക്കാനുള്ളതല്ല ജനങ്ങൾ. എനിക്ക് തോന്നുന്നു ആ വിഷയങ്ങളിൽ നമ്മൾ തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് കൂടുതൽ ചർച്ചകളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ഉണ്ണിച്ചെറിയാൻ, ശ്രീ ജ്യോതികുമായി ഉയർത്തിയ 2 കാരണങ്ങൾ, 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന് ലാവലിൻ, 2 അക്രമം. അത് 2 നമുക്ക് തൽക്കാലം അവിടെ ഒന്ന് വയ്ക്കാം. അതിലേക്ക് താങ്കൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പറയാം. മറ്റൊന്ന്, എൻ്റെ ചോദ്യം ഇതായിരുന്നു. പുതിയ സർക്കാർ വരുമ്പോൾ അതിനെ പ്രതീക്ഷയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു ജനതയിൽ ഒരു വലിയ വിഭാഗം ഇനിയും ആഹാരത്തിന് വേണ്ടിയിട്ട് സ്വന്തമായി ഒരു പ്രാപ്തി കൈവരിച്ചിട്ടില്ലാത്ത ഒരു വലിയ വിഭാഗമാണ്. അവർക്ക് എന്ത് തരത്തിലുള്ള നിലപാടുകൾ അവരോട് കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്?
വളരെ പ്രതീക്ഷയുള്ള ഒരു വിഷയമാണത്. കാരണം കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ അടിസ്ഥാന മേഖലയിലെ പെൻഷൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന വളരെ വർഷങ്ങളായിട്ടുള്ള കുടിശ്ശികയൊക്കെ തോമസ് ഐസക് ധനകാര്യ ഉപമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കൃത്യമായിട്ട് കൊടുത്തു തീർത്തിട്ടുള്ളതാണ്. അതുപോലെ അടിസ്ഥാന മേഖലയെപ്പറ്റി എനിക്ക് തോന്നുന്നു UDFൻ്റെ കാലത്ത് അങ്ങനെ വലിയ ആലോചനയൊന്നും നടന്നിട്ടില്ല. ഒരു വലിയ വികസനങ്ങളെപ്പറ്റി ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കൊല്ലം ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലൊക്കെ ഈ UDFൻ്റെ അടിത്തറ തകർന്നു പോയത് തന്നെ ഈ അടിസ്ഥാന വിഭാഗങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്നത് കൊണ്ടും ഈ LDFൻ്റെ ഭരണം ഉണ്ടായിരുന്ന കാലത്ത് LDF അത് കാര്യക്ഷമമായി അവിടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് അവർക്ക് ആ സീറ്റുകളൊക്കെ കൊല്ലത്തും ആലപ്പുഴയും കിട്ടിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അച്യുതാനന്ദനാണ് പിണറായി വിജയനാണെന്നുള്ളൊരു തർക്കം ഇനിയും കൊണ്ടുവരുന്നത് കഷ്ടമാണ്. കാരണം 19-ാം തീയതി റിസൾട്ട് വന്നു, 20-ാം തീയതി അവരോട് മുഖ്യമന്ത്രി തീരുമാനിച്ചു, അതിനകത്ത് വേറെ തർക്കങ്ങളൊന്നുമില്ല. ഇനി അത് വിട്ടുകൂടെ? ഇനി എന്തിനാണ് അതൊക്കെ പറയുന്നത്? ഇനിയിപ്പോൾ പുതിയ സർക്കാരിനെ പറ്റി മാത്രമേ നമുക്ക് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ശ്രീ ഫക്രുദ്ദീൻ, ഭൂമി, സ്വന്തമായിട്ട് വീട്, ഏതാണ്ട് 2.5 ലക്ഷത്തോളം ആൾക്കാർ അപേക്ഷ നൽകി കാത്തിരിക്കുന്നു. ഏതാണ്ട് 5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടില്ല എന്നുള്ള പല കണക്കുകളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്ത് രീതിയിൽ ആ ഒരു വിഷയത്തിനെ ട്രീറ്റ് ചെയ്യാൻ റിയലിസ്റ്റിക്കലി ഈ സർക്കാരിന് സാധിക്കും? അല്ലെങ്കിൽ ഈ സർക്കാർ 5 വർഷം കൊണ്ട് ഇത്രയും ആൾക്കാർക്ക് ഭൂമിയും വീടും ഒക്കെ കൊടുക്കുന്ന ഒരു പദ്ധതി റിയലിസ്റ്റിക്കലി പോസിബിൾ ആണെന്ന് കരുതുന്നുണ്ട്? റിയലിസ്റ്റിക്കലി പോസിബിൾ ആണ്. കാരണം പോസിബിൾ അല്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും, ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജനകീയാസൂത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അത് ചെയ്ത് കാണിച്ചു തന്ന ഒരു പാർട്ടിയാണ് ഇതിനെ നയിക്കുന്നത്. അത് ആ പാർട്ടിയുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യപ്രാപ്തിയുള്ള പ്രതിപക്ഷത്തിലുള്ള ആളുകൾ, BJP-ക്കാർ പോലും സമ്മതിക്കുന്നത് സഭാ പിണറായി വിജയനാണ് നയിക്കുന്നത്. നല്ലൊരു ടീമുണ്ട്. ടീം ആരാ ഉള്ളത്? ഒന്ന് സാമ്പത്തിക വിദഗ്ധന്മാരായ 2 പേര്, ഒന്ന് രവീന്ദ്രൻ മാഷ്, 2 തോമസ് ഐസക്. ഈ ഒരു നല്ല ടീം വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യും. കാരണം ഒരു ഭൂപരിഷ്കരണത്തിന് 2ാം ഘട്ടം നമുക്ക് ആവശ്യമാണ്. അന്ന് ഭൂപരിഷ്കരണ കേരള ഒരു ഇക്കോണമി നെഗറ്റീവായി ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്ലാന്റേഷനൊക്കെ ഒഴിവാക്കിയിരുന്നു. അത് പിന്നെ പ്ലാന്റർമാർ അത് അവരുടെ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുക. ഇന്ന് പ്ലാന്റേഷൻ അഗ്രികൾച്ചർ ലാഭപ്രദമല്ലാതാകുകയും ചെയ്തു. പിന്നെ പല സ്ഥലത്തും മിച്ച ഭൂമികളുണ്ട്. ഈ മിച്ച ഭൂമികളൊക്കെ കൃത്യമായി പിടിച്ചെടുത്ത് കൊണ്ട് കൊടുക്കാനും, അതേസമയം തന്നെ ഈ പ്ലാന്റേഷൻ ഇപ്പം പ്ലാന്റേഷൻ ഇല്ലാത്ത ഭൂമിയെല്ലാം തന്നെ പിടിച്ചെടുത്തോടെ സർക്കാരിലേക്ക് പിന്നെ കണ്ടുകെട്ടിയോ അത് സാധാരണക്കാർക്ക് കൊടുക്കാനും, അതോടൊപ്പം തന്നെ കുടിശ്ശിക പിരിക്കാത്തതാണല്ലോ ഇവരുടെ ഗവൺമെൻറ് ഏറ്റവും വലിയ പ്രശ്നം. ഇവർ കുറേ വികസനമൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കടം കുന്നുകൂടി. കുടിശ്ശിക പിരിക്കുന്ന മിടുക്കനാണ് ഐസക് എന്ന് ഐസക് കഴിഞ്ഞ തവണ തെളിയിച്ചിട്ടുണ്ട്. ആ സെയിൽസ് ടാക്സൊക്കെ ആയിരുന്നവിടെ കുടിശ്ശിക പിരിച്ചുകൊണ്ട് സാമ്പത്തിക നില ഭദ്രമാക്കിക്കൊണ്ട് അങ്ങനെ വീട് വെച്ച് കൊടുക്കാനും, അങ്ങനെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുള്ളൂ. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഇതുവരെയുള്ള ചരിത്രത്തിൽ അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളൂ. അങ്ങനെ അല്ല മുന്നോട്ട് പോകാൻ നോക്കുന്നതെങ്കിൽ തിരിച്ചടി ഉണ്ട്. അത് സഹാക്കൾക്ക് വളരെ നന്നായിട്ടാണ്. പിന്നെ ലാവ്ലിൻ കേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കടവ് ശിവദാസ് ഞാൻ മനസ്സിലാക്കിയിരുന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആ കാശ് കിട്ടാതെ പോയത് ഫോളോ അപ്പ് ഇല്ലായിട്ടാണ്. ഫോളോ അപ്പ് ഇല്ലാത്ത പിന്നെ വന്ന UDF ഗവൺമെൻറ്റാണ്. വ്യക്തമാണ്. നമുക്ക് പാനലിലേക്ക് ഞാൻ വരാം. അതിനോടൊപ്പം നമ്മുടെ ഇപ്പോൾ നിയുക്ത മന്ത്രി ശ്രീ KT ജലീൽ ടെലിഫോണിൽ ചേരുന്നു ഈ ചർച്ചയിൽ. ശ്രീ KT ജലീൽ കേൾക്കുന്നുണ്ടോ? നാളെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. കേരളത്തിലെ ജനത ഏറ്റവും പ്രധാനമായി ഈ മന്ത്രിസഭയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് ചോദിച്ചാൽ എന്താണ് അതിനുള്ള മറുപടി? ഒന്ന്, അഴിമതിരഹിതമായിട്ടുള്ള ഭരണം. രണ്ടാമത്തേത്, ഏതെങ്കിലും ഒരു പ്രത്യേക മതജാതി സമുദായ വിഭാഗങ്ങളോട് പക്ഷപാതിത്വം കാണിക്കാത്ത, എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ കാണുന്ന ഒരു ഭരണം. മൂന്നാമത്തേത്, കേരള സംസ്ഥാനത്തെ പ്രാദേശികമായ അസന്തുലിതത്വങ്ങൾക്ക് വിധേയമാക്കി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന UDFന്റെ വികസന കാഴ്ചപ്പാടിന് വിരുദ്ധമായ എല്ലാ പ്രദേശത്തെയും ഒന്നായി കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്നത്. ശ്രീ KT ജലീൽ, ഒരു ചോദ്യം കൂടെ. പലപ്പോഴും വികസനത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിമാനത്താവളങ്ങളെക്കുറിച്ചും പോർട്ടിനെക്കുറിച്ചും അതുപോലെ വലിയ ഹൈവേകളെക്കുറിച്ചും ഒക്കെയാണ് പലപ്പോഴും ചർച്ചകൾ ഉണ്ടാവാറുള്ളത്. LDFന്റെ വരുന്ന സർക്കാരിൻ്റെ വികസനത്തിലെ പ്രയോറിറ്റി, മുൻഗണന എന്ത് ഘടകങ്ങളിലായിരിക്കും, ഏത് തലങ്ങളിലായിരിക്കും? വിമാനത്താവളങ്ങൾ ഉണ്ടാവൽ മാത്രമല്ല വികസനം. വലിയ റോഡുകൾ ഉണ്ടാവലും മാത്രമല്ല വികസനം. തുറമുഖങ്ങളും മറ്റു സൗകര്യങ്ങളും ഉണ്ടാവലും മാത്രമല്ല വികസനം. അതോടൊപ്പം സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും വീടുകളുടെ അടുക്കളയിൽ പുക പൊങ്ങുന്നുണ്ടോ, പുക ഉയരുന്നുണ്ടോ എന്ന് അന്വേഷിക്കലും വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവുകോൽ തന്നെയാണ്. അത് പലപ്പോഴും UDFന്റെ ഭരണ സംവിധാനത്തിന് കീഴിൽ അവഗണിക്കപ്പെടാറാണ് പതിവ്. കേരളത്തിന്റെ ഭൗതിക സൗകര്യങ്ങൾ, തുറമുഖങ്ങൾ,
വിമാനത്താവളങ്ങൾ, വീതി കൂടിയ റോഡുകൾ, ഇവയൊക്കെ വരണം എന്നുള്ളതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ജീവൽഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. അവരുടെ പ്രയാസങ്ങൾക്ക് ഒരു ദൂരീകരണം ഉണ്ടാകണം. അതും കൂടി പ്രാമുഖ്യം നൽകിക്കൊണ്ടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം മുന്നോട്ട് പോവുക. വ്യക്തമാണ്. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം ഈ തിരക്കിനിടയിലും പങ്കുവച്ചതിന് വളരെ നന്ദി. ശ്രീ എ റഹീം, ശ്രീ കെ ടി ജലീൽ പറഞ്ഞതുപോലെ വികസനം ഏത് സാധാരണക്കാരനിലേക്കും എത്തുന്ന രീതിയിലേക്കായിരിക്കണം വികസനം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ വീടിനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഒക്കെയുള്ള വിഷയങ്ങൾ. പ്രകടന പത്രിക ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതിനു മുമ്പായിട്ട് പഠന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുമൊക്കെ ഈ വിഷയങ്ങൾ ആഴത്തിൽ പഠിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. CPM ആഴത്തിൽ പഠിച്ചുവെന്ന്. എന്ത് തരത്തിലുള്ള പ്രതിവിധികളായിരിക്കും ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി CPM മുന്നോട്ട് വയ്ക്കുക? കേരളത്തിലെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ സങ്കീർണമാണ്. അതിന് നമ്മൾ ചെറുതായി മാത്രം കണ്ട് സംസാരിക്കുന്നത് ശരിയല്ല. ഭൂമിയില്ലാത്ത മുഴുവൻ പേർക്കും ഭൂമിയും വീടും കൊടുക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ പദ്ധതിയായിരുന്നു, സ്വപ്ന പദ്ധതിയായിരുന്നു. അത് എത്രയോ കാലം മുതൽ 57-ലെ ഭൂപരിഷ്കരണ പ്രവർത്തനങ്ങളുടെ തുടക്കവും കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും മുതൽ ഉണ്ടതിൻ്റെ ചരിത്രം. ഏറ്റവും കൂടുതൽ ഒരു വലിയ സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ കടന്നു വന്നത് കഴിഞ്ഞ EMS സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയായിരുന്നു. വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട്, ഭൂമിയില്ലാത്ത മുഴുവൻ പേർക്കും ഭൂമി. പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ ഗവൺമെൻറ്, UDF ഗവൺമെൻറ് അതിൻ്റെ ഒരു തുടർച്ചയും ഉണ്ടായില്ല. ഓരോ ഘട്ടത്തിലും ഞങ്ങളെടുക്കുന്ന ഇത്തരത്തിൽ അടിസ്ഥാന വികസനങ്ങളുടെ മുനയൊടിയുന്നത് തുടർഭരണം ലഭിക്കാതെ പോകുമ്പോഴാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഒന്ന്. രണ്ടാമതൊന്ന്, പുതിയ കാലത്ത് രണ്ടാം ഭൂപരിഷ്കരണത്തെക്കുറിച്ചെല്ലാം ശ്രീ ഫക്രുദ്ദീനോട് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് ആ പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഒരു പക്ഷേ ആദ്യ ഭൂപരിഷ്കരണം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നതും ഇപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്ന് പ്ലാന്റേഷനുകൾ ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മടി കാണിച്ചു എന്നുള്ളത് കാരണം എന്തായി? അല്ല, അത് ഞാൻ പറയാം. അത്തരത്തിൽ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സംസ്ഥാനമാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്ന് കേരളം. മറ്റ് സംസ്ഥാനങ്ങൾ ഇത്ര പോലും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ പൂർണ്ണ നേട്ടം കൈവരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇനിയും പോകേണ്ടതുണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്നത് തുടർഭരണത്തിൻ്റെ പ്രശ്നമുണ്ട്, മറ്റു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് വരുന്ന പുതിയൊരു പ്രശ്നം, നമ്മൾ അത് അഡ്രസ്സ് ചെയ്യാതെ പോകുന്നൊരു പ്രശ്നം. ഞാൻ അതിലേക്ക് ചർച്ച കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. 90-കൾക്ക് ശേഷമുള്ള ഇന്ത്യ, ഈ കേരളം ഒരു ഫെഡറൽ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ വരുന്നൊരു പ്രശ്നം, അസമത്വം ഭീകരമാം വിധം വർദ്ധിച്ചു. ഇപ്പോൾ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ലോകത്തിലെ ഏറ്റവും അധികം അസമത്വം വർദ്ധിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അത് കേരളവും അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ പറയുന്ന അടിസ്ഥാന ജനവിഭാഗം, അവരുടെ പരമ്പരാഗത തൊഴിൽ മേഖലകൾ നഷ്ടമായി, അവരുടെ വ്യവസായങ്ങൾ തകർന്നു. ഇപ്പോൾ നേരത്തെ ഇവിടെ ശ്രീ ഉണ്ണി സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് കൊല്ലത്ത് UDF-നേറ്റ ഇത്രയും വലിയ തിരിച്ചടി? ഈ കേരളത്തിലെ ഏറ്റവും അധികം കശുവണ്ടി തൊഴിലാളികളുള്ള ജില്ലയാണ് കൊല്ലം. ആ കൊല്ലം ജില്ലയിലെ കശുവണ്ടി ഫാക്ടറികൾ പട്ടിണിയുടെ പുകയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ തൊഴിലുകൾ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ നാണ്യവിളകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ പോലും കോഫി ബോർഡിന്, സ്പൈസസ് ബോർഡിന്, റബ്ബർ ബോർഡിന് 3 ബോർഡുകൾക്കുമുള്ള പണം വെട്ടിക്കുറയ്ക്കാണ്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഇവിടെ വരുന്ന പ്രശ്നം, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുമ്പിലുള്ള വലിയ സങ്കീർണമായൊരു പ്രശ്നം എന്ന് പറയുന്നത് തോമസ് ഐസക് ശ്രമിച്ച അതിനാണ്. ഇതിനിടയിൽ എങ്ങനെയാണ് ഒരു ബദൽ കണ്ടെത്താനാവുക? ഒരു വശത്ത് കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന നവലിബറൽ പോളിസിയുടെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. കാർഷിക മേഖലയെ ബാധിക്കുന്നു, പരമ്പരാഗത മേഖലയെ ബാധിക്കുന്നു. ഇതിനിടയിൽ നിന്നുകൊണ്ട് വിഭവ സമാഹരണം കണ്ടെത്തുകയും ജനങ്ങളുടെ ശേഷി, ഇവിടെ ഞങ്ങൾ എടുക്കുന്നൊരു സമീപനം നികുതി വരുമാനം ചോർച്ചയില്ലാതെ നടപ്പിലാക്കുക. രണ്ടാമതൊന്ന്, ജനങ്ങളുടെ മേൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കുക. ക്ഷേമ പെൻഷനുകളുടെയും മറ്റ് നിർമ്മാണ മേഖലയിലെയും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടാക്കി ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക. ശരി, വ്യക്തമാണ്. എനിക്ക് മറ്റൊരു കാര്യം അവിടെ ചോദിക്കാനുള്ളത്, താങ്കൾ ഇതിനിടയിൽ തൊഴിലിനെ കുറിച്ച് പറയുകയുണ്ടായി. തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് കൊടുത്തിരിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് 25 ലക്ഷം തൊഴിലവസരങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുമെന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് 25 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 5 ലക്ഷം. ഒരു വർഷത്തിൽ 5 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് ഇൻഫോസിസിൽ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് 10,000-ഓളം ആൾക്കാരാണ്. അങ്ങനെയുള്ള 50 സ്ഥാപനങ്ങൾ, അത്രയും വ്യാപ്തിയുള്ള 50 സ്ഥാപനങ്ങൾ വരുമ്പോഴേ 5 ലക്ഷം തൊഴിലവസരങ്ങൾ നേരിട്ട് സൃഷ്ടിക്കപ്പെടത്തുള്ളൂ. അങ്ങനെ 5 വർഷം കൊണ്ട് ഏതാണ്ട് 280-ഓളം സ്ഥാപനങ്ങൾ. അത് ഒരു അച്ചീവബിൾ ടാർഗറ്റ് ആണ്. അത് താങ്കൾ നോക്കിക്കണ്ടത് ഇൻഫോസിസ് പോലെയുള്ള MNCസിലേക്ക് മാത്രമാണ്. അല്ല, ഞാൻ അതിന്റെ ഒരു വലിപ്പം കാണിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ശാഖ മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വിവിധ സർക്കാർ ലിസ്റ്റിൽ തന്നെ വന്നതിന് ശേഷം ജോലി പ്രതീക്ഷിച്ച് നിൽക്കുന്നവർ,
ഉദ്യോഗാർത്ഥികൾ, നമുക്ക് സിവിൽ സർവീസിൽ ആവശ്യമായി വരുന്നത് PSC തന്നെ പ്രോപ്പറായി ചലിപ്പിക്കുക. രണ്ടാമത് എനിക്ക് തോന്നുന്നു ആ 25 ലക്ഷത്തിൽ 10 ലക്ഷം പറഞ്ഞിരിക്കുന്നത് IT, ഇലക്ട്രോണിക്സ് പോലെ, ഓട്ടോമൊബൈൽ പോലെയുള്ള മോഡേൺ ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ്. അതിൽ 10 ലക്ഷം പറഞ്ഞിരിക്കുന്നത്. കൃഷിയുമായിട്ടും മറ്റും ബന്ധപ്പെട്ട് വരുന്നത് മറ്റൊരു 15 ലക്ഷം. അതെ ഞാൻ പറയുന്നത് ഇതെല്ലാം വിവിധ മേഖലകളിലാണ്. ഇപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ടെക്നോ പാർക്കുകൾ ആരംഭിച്ചു. കേരളത്തിലാകത്തെ ടെക്നോ പാർക്ക് ആരംഭിക്കുന്നത് നമ്മളാണ്. കേരളത്തിൽ ഇപ്പോൾ 6 ടെക്നോ പാർക്കുകളിൽ 5 ആരംഭിച്ച ഞങ്ങളുടെ കാലത്താണ് ഗ്രാമീണ മേഖലയിലേക്ക്. പക്ഷേ അതിൻ്റെ ഒന്നും തന്നെ ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ പള്ളിപ്പുറത്തെ ടെക്നോ സിറ്റി അത് അവിടെ കിടക്കുകയാണ്. ആ കഴിഞ്ഞ ഞങ്ങളുടെ ഭാഗത്ത് തുടങ്ങിയത് കുണ്ടറ ഞങ്ങളുടെ കാലത്ത് ആരംഭിച്ചു. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വർദ്ധിപ്പിക്കുക. രണ്ടാമത് സ്റ്റാർട്ടപ്പുകൾക്ക് പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ തൊഴിൽ സാധ്യത. ഞാൻ തിരിച്ചു വരാം. ബന്ധപ്പെട്ടത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രശ്നം മൾട്ടി ഡയമെൻഷനിൽ ഒന്ന് ഈ പറഞ്ഞ അബ്സല്യൂട്ട് പോവർട്ടിയുടെ പ്രശ്നമുണ്ട്. അതാണ് കേരള മോഡലിന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട്. ഒന്ന് ആദിവാസികളുടെ പ്രശ്നം, രണ്ട് ദളിതരുടെ, മുക്കുവരുടെ പ്രശ്നം ശർമ്മ മന്ത്രിയായിരുന്ന സമയത്ത് വലിയൊരു പരിധിവരെ LDF പരിഗണിക്കാൻ പറ്റി. അതുകൊണ്ടാണ് കഴിഞ്ഞ ഇലക്ഷനും ഈ ഇലക്ഷനും ഈ ആലപ്പുഴ തീരദേശ മേഖലയിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടായി LDF കൂടെ നിന്നു എന്നുള്ളത്. കഴിഞ്ഞ ഇലക്ഷനിലാണ് മലപ്പുറം ഒഴിച്ചിട്ടുള്ള ഭാഗങ്ങളിലും തീരദേശ മേഖല LDF കൂടെ ആയിരുന്നു. പിന്നെ ഇവിടെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രോബ്ലമാണ് ഇവിടെ വരുന്നത് ഈ പറഞ്ഞ റിലേറ്റീവ് പോവർട്ടിയുടെ ആപേക്ഷിക ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നം. ഇത് മുന്നോക്ക രാജ്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദാരിദ്ര്യമില്ല, എന്നാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം, ഈ ലോറൻസ് കർവ് ഉണ്ടല്ലോ, അതിൻ്റെ അന്തരം ഇങ്ങനെ പിന്നെ കൂടിക്കൂടി വരുന്നു. ഇതാണ് ഈ പറഞ്ഞ പലിശ, അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ, ഇതിലേക്കെല്ലാം നമ്മുടെ സമൂഹത്തിൽ നയിക്കുന്നത്. ഈ ഒരു പ്രശ്നം അങ്ങനെ ഒരേ സമയം ഒരു ദരിദ്ര രാജ്യവും ഒരേ സമയം സമ്പന്ന രാജ്യവും നേരിടുന്ന പ്രശ്നം ഒരേ സമയം നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വികസന പ്രവർത്തനങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നല്ല സഹകരണം ആവശ്യമുണ്ട്. കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം കേരളത്തിന് ഇക്കോണമി നേരിടുന്ന ഈ ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, പണം കിട്ടാത്തതിൻ്റെ പ്രശ്നം. ഇത് നേരിടാൻ ഏറ്റവും നല്ല വഴിയായിട്ട് ഐസക് അന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക് ബാങ്കിങ് ആയിരുന്നു. ട്രില്യൺ കണക്കിന് ഡോളേഴ്സാണ് വരാൻ പോകുന്നത്. അതിന് ഉടക്കിട്ടത് അന്ന് BJP ആണ്. ആ BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ഇതൊക്കെ നടക്കാൻ പറ്റാതെ പോകുന്ന സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റ് കൂടി ഉത്തരവാദിത്തമായിരിക്കും, എസ്പെഷ്യലി ഇസ്ലാമിക് ബാങ്ക് പോലുള്ള. ശരി, വ്യക്തമാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിലേക്കും അഭിപ്രായങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ജ്യോതികുമാർ ചാമക്കാല, തൊഴിലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. 25 ലക്ഷം തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്നുള്ളതാണ് LDFന്റെ പ്രകടന പത്രിക. ഒപ്പം അവർ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങൾ LDF തുടങ്ങിവെച്ച IT പാർക്കുകൾക്കപ്പുറത്തേക്ക് പുതുതായി ഒന്നും തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. കഴിഞ്ഞ UDF സർക്കാരിന് ടെക്നോ സിറ്റി മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിനോടൊപ്പം ഇൻഫോസിസ് തിരിച്ചു പോകുമെന്നുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നു. വലിയ കോർപ്പറേറ്റ് കമ്പനികളൊന്നും വന്നില്ല. ചെറുകിട കമ്പനികൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. ഈ തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ തുറക്കുവാനുള്ള ഒരു കെൽപ്പും അതിനുള്ള ഒരു വിഷനും LDFനുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും? കേരളത്തിൽ IT ഇൻഡസ്ട്രി സൗത്ത് ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലാണ് എക്സ്പോർട്ടിംഗ് ഉൾപ്പെടെ കുറവായിട്ടുള്ളത്. അതിന് പിന്നെ ആ രീതിയിലേക്ക് എത്താൻ തന്നെ കാരണം കേരളത്തിലെ തൊഴിൽ സമരങ്ങളാണ്. അതിന് മുന്തിയ പങ്കും വഹിച്ചിട്ടുള്ളത്. വിട്ടുപോകുന്നതിന് മുമ്പ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തൊഴിൽ സമരം കൊണ്ട് പൂട്ടിപ്പോകേണ്ടി വന്ന ഒരു IT ഇൻഡസ്ട്രി ഞാൻ പറഞ്ഞില്ല. ഈ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആദ്യ ഘട്ടങ്ങളിൽ മടിച്ചിരുന്നത് കഴിഞ്ഞ 5 വർഷത്തെ കാര്യമല്ല. ഞാൻ പറഞ്ഞ പറയട്ടെ, റഹീമെന്ന് പറഞ്ഞിട്ടെ. ഇവിടെ IT ഇൻഡസ്ട്രിയിൽ തുടക്കത്തിൽ ഏറ്റവും നല്ല ബൂമിലേക്ക് വന്ന സമയത്ത് കർണാടകയും തമിഴ്നാടും ഉൾപ്പെടെയുള്ളവർ ഏറ്റവും കൂടുതൽ ഫാക്ടറി അങ്ങോട്ടേക്ക് പോയതിന് പ്രധാന കാരണം അതായിരുന്നു. നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ള, പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ കഴിഞ്ഞ ഈ പിന്നെ LDFന്റെ കാലത്ത് മാത്രമേ ഇത് ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അപഹാസ്യമല്ല എന്ന് പറയാൻ പറ്റും. UDF LDF മാറിയാണ് ഇവിടെ. പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത് എത്രയോ പിന്നെ ടെക്നോ പാർക്കിൽ എന്തെല്ലാം വികസനം നടന്നിട്ടുണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, പിന്നെ സുശീല ഗോപാലനാണോ തുടങ്ങി വെച്ചത്? അല്ലല്ലോ, UDF LDF മാറി വരുന്ന സർക്കാരിന്റെ കണ്ടിന്യൂഷനാണ് ആ ടെക്നോ പാർക്ക്. അല്ല നിങ്ങൾ അങ്ങനെയൊക്കെ പറയാനേ പറ്റൂ, വേറൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ കഴക്കൂടത്തെ ടെക്നോ പാർക്ക് മുഴുവൻ LDFന്റെ മാത്രം വികസനമായിട്ടാണെന്നാണോ? ഒരിക്കൽ ആര് വിശ്വസിക്കുന്നത്? ഇത് ആരോടാ പറയുന്നത്? എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ നാളെ വന്നിട്ട് വിഴിഞ്ഞ ഞങ്ങളുടെ പ്രോജക്റ്റാന്ന് പറയാൻ ഒരു മടിക്കത്തില്ല. അത് വേറെ വിഷയം, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അവരത് പറയും. അങ്ങനെയൊന്നും പറഞ്ഞു പഠിക്കാൻ. ഇവിടെ തുടർ ഭരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തിയേ മതിയാവൂ. പിണറായി വിജയൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഞങ്ങൾ വിഴിഞ്ഞം എനിക്ക് അവിടെയുള്ള 2 ചോദ്യങ്ങൾ ശ്രീ ജ്യോതികുമാർ. ഒന്ന്, ഈ തൊഴിൽ സമരങ്ങൾ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ വികസനം വരാതിരിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ എവിടെ നടന്ന തൊഴിൽ സമരങ്ങൾ? ശ്രീ ക്രിസ്തു ഗോപാലകൃഷ്ണന്റെ ഉൾപ്പെടെയുള്ള ഇന്റർവ്യൂവിൽ കേരളത്തിൽ തൊഴിൽ സമരങ്ങൾ ഒരു പ്രശ്നമല്ല, ഞങ്ങൾക്കൊരു ഭീഷണി നേരിടേണ്ടി വന്നിട്ടില്ല, വളരെ സ്മൂത്തായി പ്രവർത്തനം പോകുന്നു എന്ന് പറയുകയുണ്ടായി. ഒന്ന്. 2, ഈ 25 ലക്ഷം തൊഴിലവസരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടാനാണ് സാധ്യത? ഒന്ന്, ആദ്യത്തെ മറുപടി, കേരളത്തിൽ IT ഇൻഡസ്ട്രി തുടങ്ങാൻ മടിച്ചു നിന്നത്
ഈ വിഷയം ഉള്ളതുകൊണ്ട് തന്നെയാണ് ആദ്യം തുടക്കം. അത് നമ്മളെല്ലാം ചർച്ച ചെയ്ത വിഷയമാണ്. ഒന്ന് രണ്ട് ഇവർ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 25 ലക്ഷം പേർക്ക് തൊഴിൽ, ഇത് അവരുടെ പ്രകടനപത്രികയാണ്. IT, ടൂറിസം മേഖലകളിലും ഇലക്ട്രോണിക് തുടങ്ങിയ ആധുനിക വ്യവസായ മേഖലകളുമായി അഭ്യസ്തരായ യുവതി യുവാക്കൾക്ക് 5 വർഷം കൊണ്ട് 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. 2 കൃഷി, കെട്ടിട നിർമ്മാണം, വാണിജ്യം, ചെറുകിട വ്യവസായം തുടങ്ങിയ മേഖലകളിലായി 15 ലക്ഷം തൊഴിലവസരങ്ങളാണ് ലക്ഷ്യമിടുന്നത്. ഇത് എങ്ങനെയാണ് പ്രായോഗികമാകുന്നത്? ഇതിന് പറയാൻ കാരണമുണ്ട്. പണ്ട് ശ്രീ കെ നായനാരുടെ ഭരണകാലത്ത് തൊഴിൽ 1 ലക്ഷം ഒരു വർഷം 10 ലക്ഷം പേർക്ക് 1 ലക്ഷം വെച്ച് കൊടുക്കുക, 5 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം തൊഴിൽ ചോദിച്ചപ്പോൾ അന്നത്തെ മന്ത്രിയായിരുന്ന ശ്രീ വിജയ തങ്കപ്പൻ പറഞ്ഞത് പോയി പട്ടിയെ പിടിക്കാനാണ്. അപ്പോൾ കേരളത്തിലെ യുവജനങ്ങൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ട് അതിനെ സംബന്ധിച്ച്. ഇതെങ്ങനെ എങ്ങനെ ഇത് ഇത്രയും പറഞ്ഞാൽ പോരല്ലോ, എങ്ങനെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു? ഈ പ്രകടനപത്രത്തിൽ തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇത്ര ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. കെട്ടിടം ഉണ്ടായ പിന്നെ വ്യവസായം ആവില്ലല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാടില്ലാതെ പറഞ്ഞിരിക്കുന്നില്ല. ഇപ്പം കേരള വികസന മാതൃകയെ പറ്റിയിട്ട് ഡൽഹിയിലുള്ള സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ഉമ്മൻ സാറിന്റെ അവർ ഒരു 2 വോളിയം ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അത് റിച്ചാർഡ് ഫാങ്കിനെ പോലുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് അതിലെഴുതിയത്. അവർ പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഈ വ്യവസായങ്ങൾ വരാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ പറഞ്ഞത് ഈ പറഞ്ഞ തൊഴിൽ സമരം ഒന്നല്ല. തൊഴിൽ സമരം 4ാമത്തെ 5ാമത്തെ കാരണം പ്രധാനപ്പെട്ട ഇവിടെ വിദ്യുത് ശക്തിയുടെ അഭാവം, 2 ഫ്രെജൈലായിട്ടുള്ള നമ്മുടെ ജോഗ്രഫി, ഇതൊക്കെയാണ് കാരണം. ഇത് ഇവർ 4ാമത്തെ 5ാമത്തെ കാരണമാണ്. പിന്നെ 2 IT-യുടെ കാര്യത്തിൽ അന്നത്തെ പ്രശ്നം എന്താണ്? അന്നത്തെ ലിറ്ററേച്ചർ വായിച്ചാൽ കൃത്യമായി മനസ്സിലാക്കും. അന്ന് കണക്ടിവിറ്റി കേരളത്തിലെ പ്രശ്നം, ഇത്രമാത്രം വിമാനത്താവളങ്ങളൊന്നും വന്നിരുന്നില്ല IT ബൂം ചെയ്ത സമയത്ത്. അതുകൊണ്ട് നന്നായിട്ട് ലോകമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വലിയ സിറ്റികൾ, ഉദാഹരണമായി ബാംഗ്ലൂർ പോലുള്ള ഹൈദരാബാദ് പോലുള്ള സിറ്റികൾ വന്നു. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് CIT തലയിടുന്നുണ്ടല്ലോ. കേരളത്തോട് കാണിക്കുന്ന ചരിത്ര ബോധം. ഈ 2 വിഷയങ്ങളെക്കുറിച്ച്, തൊഴിൽ സമരങ്ങളെക്കുറിച്ചും തൊഴിൽ സാധ്യതകളെക്കുറിച്ചും IT മേഖലയിലെ പ്രശ്നങ്ങളെ പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് എനിക്ക് തോന്നുന്നില്ല തൊഴിൽ സമരങ്ങൾ നമ്മളൊരു 10 വർഷമായിട്ട് താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെ തൊഴിൽ സമരങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്ന വേറൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ IT എന്ന് പറയുന്നത് ഈ പ്രൊഫഷണൽസും എഞ്ചിനീയേഴ്സും മാത്രമല്ല. ഇതിൻ്റെ തുടക്കത്തിൽ ചിലവാകുന്ന 2 കാര്യങ്ങൾ. ഒന്നതിനാവശ്യമായ ഭൂമി. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഈ ഭൂമിയുടെ വിനിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ഈ സ്വകാര്യ ഇടപാടുകാരുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ തർക്കം ഉണ്ടാവുകയും ഈ സർക്കാർ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ട് പോകാതിരിക്കാനുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്തു. അത് വികസന വിരോധമാണെങ്കിൽ അങ്ങനെ. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അടിസ്ഥാന വർഗത്തിന് തൊഴിൽ കൂലി കൂടുതലുള്ളൊരു സംസ്ഥാനമാണ് കേരളം. സ്വാഭാവികമായിട്ടും കാശ് മുടക്കുന്ന മുതലാളി 100 രൂപയ്ക്ക് ഒരാളെ കിട്ടുമെങ്കിൽ പിന്നെ 600 രൂപ മുടക്കുന്ന കേരളത്തിലേക്ക് വരേണ്ട കാര്യം എന്താണെന്ന് ആലോചിക്കുക. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഗുജറാത്തിലെ തൊഴിൽ കൂലികളെ പറ്റി അന്വേഷിച്ചാൽ നമുക്കറിയാം. അപ്പോൾ 78 രൂപ 80 രൂപയൊക്കെ ആവറേജ് ഒരു ദിവസത്തെ തൊഴിൽ കൂലി. ഇവിടെ 700 രൂപയാണ് ഒരു ദിവസം കിളയ്ക്കാൻ വരുന്ന ആൾ വാങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ 78 രൂപയിലേക്ക് താത്തുവാണെങ്കിൽ ശരിയാണ്, ഈ പറഞ്ഞ പോലെ മുതലാളി വരെ ഇങ്ങോട്ട് വരും. അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ അടിസ്ഥാന വർഗത്തെ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ ബാധ്യസ്ഥല്ലേ? നമ്മൾ എത്രയോ വർഷങ്ങൾ സമരം ചെയ്താണ് ഈ അടിസ്ഥാന വർഗത്തിന് ഇങ്ങനെ ഒരു അവകാശം ഉണ്ടാക്കിയെടുക്കുകയും തൊഴിൽ കൂലി കൂട്ടിയെടുക്കുകയും ചെയ്തത്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് വലിയ പ്രതീക്ഷയുള്ളത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാനും കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലയെ രക്ഷപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. തോമസ് ഐസക്കിൻ്റെ കാലത്ത് 96-ൽ പരീക്ഷിച്ച ജനകീയാസൂത്രണം അത് വലിയൊരു കാൽവയ്പായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ഒരു വിജയമായില്ല. പുതിയ ആശയങ്ങൾ ഉണ്ടാകുമെന്നാണ്. കാരണം ശ്രീ AK ബാലനെ പോലെ പ്രതിഭാശാലിയായ ഒരു മന്ത്രി തന്നെയാണ് ആ വകുപ്പിൽ വരുന്നതെന്ന് കൂടി കേൾക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വലിയ പ്രതീക്ഷയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ വെറുതെ വാദപ്രതിവാദങ്ങൾ വെറുതെ വെക്കുന്നത് ശരിയല്ല. അത് ഇത്തരത്തിലുള്ളൊരു അവസരത്തിൽ ചർച്ചയെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ നമ്മൾ വളരെ കൃത്യമായി കേരളത്തിൻ്റെ മാറി വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്ത്രീകളുടെ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി പ്രാപ്തമായത് കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയായിരുന്നു. കുടുംബശ്രീ പ്രധാനപ്പെട്ട ഒരു തൊഴിൽദാതാവാണ്. ഏതെല്ലാം തരത്തിൽ അതിനെ നമുക്ക് ഒരു കൈകാര്യം ചെയ്യാൻ കഴിയും. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ഇപ്പോൾ IT മേഖലയിലെ തൊഴിലവസരങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. IT മേഖലയിലെ സ്ഥിരം തൊഴിലിനെ കുറിച്ച് വളരെ കരാർ പണികളാണ് ഇപ്പോൾ കൂടുതലും. നമ്മുടെ IT വികസനം ഇപ്പോഴും നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നു. അവിടേക്ക് ഈ അഭ്യസ്ത വിദർ പോകുന്നു. അവരുടെ തൊഴിൽ സ്ഥിരത എത്ര? കോൺട്രാക്ട് ലേബറിങ് ഇന്ത്യയിലാകെ കൂടി വരുന്നു, കേരളത്തിലും കൂടി വരുന്നുണ്ട്. അവരുടെ ശമ്പളം എത്ര? പെട്രോൾ പമ്പ് മുതൽ ടെക്നോ പാർക്ക് വരെ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് അസംഘടിത മേഖലയിലെ യൗവനം. അത് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി ഉണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ട്. എല്ലാ മേഖലയിലും പെട്രോൾ പമ്പ് മുതൽ ടെക്നോ പാർക്ക് വരെ വിന്യസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ പുതിയ യൗവനം, ആ യൗവനത്തിൻ്റെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് കിട്ടുന്ന തുക, ശമ്പളം പ്രാപ്തമാകുമോ? അവർ അവിടെ സ്ഥിരത, അവൻ്റെ മസ്തിഷ്കം അവിടെ കൊണ്ടുപോയി പണയം വെച്ച്
അവിടെ അവൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു നിലപാട് ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. ഇവിടെ ഒരു പുതിയൊരു തൊഴിൽ ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ സ്ട്രിക്ട് മെഷേഴ്സോടുകൂടെ സംസാരിക്കേണ്ടി വരും പല സംരംഭകരുമായിട്ടും. അത് വികസന വിരോധം എന്നുള്ള നിലയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇല്ല, സസ്റ്റൈനബിൾ ആയിട്ട് ഡെവലപ്മെന്റ് ഇക്കാര്യത്തിൽ മാത്രമല്ല, സംഘർഷങ്ങൾ ഇപ്പോൾ പരിസ്ഥിതി, ഇവിടെ നേരത്തെ സുബിയുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം. അല്ല നോക്കൂ, ഞാൻ ചോദിക്കുന്നത് ഞാൻ സ്പെസിഫിക് ആയിട്ടാണ്. IT ആകട്ടെ മറ്റു മേഖലകളാകട്ടെ, പലപ്പോഴും പ്രൈവറ്റ് സെക്ടറിൽ കോൺട്രാക്ട് ലേബർ കൂടി വരുന്നു. അതൊരു കുഴപ്പമായിട്ട് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കോൺട്രാക്ട് ലേബർ ഇവിടെ പറ്റില്ല എന്നുള്ള നിലയിലേക്ക് ഒരു സംസാരത്തിലേക്ക് വരികയാണെങ്കിൽ അതൊരു പക്ഷേ സംരംഭകത്വം കൂടുതൽ ഇവിടെ വരുന്നതിനും ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിനും ഒക്കെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയില്ല. രണ്ട് തരത്തിലാണ്. മറ്റൊരുപാട് സൗകര്യങ്ങൾ ഈ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു മാൻ പവർ മാത്രമല്ലല്ലോ, മറ്റൊരുപാട് ഒരു ഫ്രണ്ട്ലി സിറ്റുവേഷൻ, മറ്റൊന്ന് കൂടുതൽ മാൻ പവർ, നമുക്ക് കൂടുതൽ മാൻ പവർ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിക്കുക, അത് വെച്ച് ബാർഗൻ ചെയ്യാന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞ പ്രശ്നം വെച്ചാൽ ഇന്ന് ഗ്ലോബലി ഉള്ള വലിയ പ്രശ്നം ഗ്ലോബലി ഉള്ള ഒരു റിസർവ്ഡ് ലേബർ മാർക്കറ്റാണ്. ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ മാതിരി ഇവിടെ വന്ന് നമ്മൾ കേരളത്തിൽ ഒരു ഹാഷ് ടേംസ് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കണം, നമ്മൾ ഗവൺമെൻറ് ഉത്തരവാദിത്തം. ഇവർ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകും. ഗുജറാത്ത് പോലുള്ള സ്ഥലത്തേക്ക് ഒന്നും വേണ്ട, ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വാടി വിളിച്ചുകൊണ്ടിരിക്കും. ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ തെലങ്കാനയിലൊക്കെ അവരുടെ പ്ലാന്റുകൾ ആരംഭിക്കുകയും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഞാൻ കണ്ട 80കളുടെ ശേഷം വന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും നന്നാക്കാൻ ചില ശ്രമങ്ങൾ നടത്തേണ്ട കുത്തനെ താഴോട്ട് പോവുക. പ്രവീൺ തന്നെ അറിയാം, MA-ൽ PG എടുത്ത ഒരാൾക്ക് മര്യാദയ്ക്ക് ഒരു ലെറ്റർ പോലും ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ്, ഇലക്ഷന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഗ്ലോബൽ തലത്തിലേക്ക് വരണം. അല്ലാതെ ഇന്ത്യയിൽ ഒന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ JNUവിൻ്റെ അപ്പുറം ഓക്സ്ഫോർഡിൻ്റെ അപ്പുറം പോകുന്ന തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് സ്കിൽഡ് ലേബർ മാർക്കറ്റിലേക്കും ആളുകൾ മതി എന്ന് അവർ ചിന്തിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. മുമ്പ് എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടെയുള്ള മേനോന്മാരും അതുപോലെ തന്നെ ഇവിടുത്തെ പിള്ളമാരൊക്കെ കൽക്കത്തനും മറ്റും പോയി രക്ഷപ്പെട്ടത്? ഏറ്റവും നല്ല ലേബർ ഫോഴ്സിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന കാലത്ത്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണെങ്കിലും അതിനുശേഷം നമ്മുടെ ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിൽ. പക്ഷേ 80കൾക്ക് ശേഷം ഈ രണ്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് തന്നെ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ രംഗത്ത് രവീന്ദ്രമാഷാണ് വരാൻ പോകുന്നത് കേൾക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് ഒരു നല്ല വിദ്യാഭ്യാസവും തൊഴിലും കൂടെ കമ്പൈൻ ചെയ്ത് എടുക്കുമ്പോൾ ഒരു വ്യത്യാസം ഒറ്റപ്പെടുത്തിയുള്ള ചർച്ചയാണ്. വിദ്യാഭ്യാസത്തിൽ നമ്മുടെ രണ്ടാം ഘട്ട വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് പോകാൻ അതിൻ്റെ ഗുണനിലവാരത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസം അവൈലബിലിറ്റി ഇന്ത്യയിൽ ഏറ്റവും അധികം കിട്ടുന്നത് നമുക്കാണ്. ഏറ്റവും അധികം സ്കൂളുണ്ട്, സ്കൂൾ എൻറ്ററിങ്, ഡ്രോപ്പ് ഔട്ട് കുറവ് നമുക്കാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അടുത്തൊരു തലമാണ്. യാതൊരു സംശയം വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്തൊരു തലത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിനെയും വ്യവസായത്തിനെയും ഒക്കെ ഒരുമിച്ച് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആൾക്കാർ വരുമെന്നുള്ളതാണ്. പ്രായോഗികമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ പറഞ്ഞ ജനറൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ആയിക്കട്ടെ, ജനറൽ എഡ്യൂക്കേഷനിൽ ഇപ്പോൾ ഒരു കുട്ടി നഴ്സറി ചേർന്നാൽ, LKG ചേർന്നാൽ, അത് ജീവിച്ചിരുന്നാൽ അത് +2 പാസ്സാവും. ഇപ്പോഴത്തെ നമ്മുടെ പൊതു വിദ്യാഭ്യാസ രംഗം അങ്ങനെയാണ്. കാരണം അതിന് ജീവനുണ്ടെങ്കിൽ അത് +2 പാസ്സായിരിക്കും, മിനിമം 50% മാർക്കും കാണും. ഈ കുട്ടിയാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ തുടക്കം ഇടേണ്ടത് ഇതിലൊരു മാറ്റം കഴിഞ്ഞ 5 വർഷം ഞാൻ പൊതുകാര്യം പറഞ്ഞത് ഇവിടെ കാലാകാലങ്ങളായി തുടർന്നു വരുന്ന രീതി അനുസരിച്ച് നമ്മൾ പിന്നെ ഓരോ ഇപ്പോൾ ശ്രീ MABയുടെ കാലത്തും അതിനുശേഷം വന്ന ശ്രീ അബ്ദുൾ റബ്ബിൻ്റെ കാലത്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല ക്രെഡിറ്റ് എന്ന് കണക്കാക്കി വന്നിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. കാരണം ജനറൽ എഡ്യൂക്കേഷൻ രംഗത്ത് നിന്ന് ഹയർ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് മറ്റൊന്ന് ഇവിടെ IT ഇൻഡസ്ട്രിയിൽ പിന്നെ പവറിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പുതിയ അവരുടെ പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്നത് 2500 മെഗാവാട്ട് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1200 മെഗാവാട്ടും പിന്നെ തെർമലും 300 മെഗാവാട്ട് ഹൈഡലും പിന്നെ ബാക്കി 1000 മെഗാവാട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സോളാറുമാണ്. ഈ 300 മെഗാവാട്ട് കേരളത്തിൻ്റെ ഭൗതികപരമായ സംവിധാനത്തിൽ എങ്ങനെയാണ് 300 മെഗാവാട്ട് അടുത്ത 5 വർഷം? ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. മറ്റൊന്ന് ഇവർ പറഞ്ഞിരിക്കുന്നു റെയിൽവേ സംബന്ധിച്ച് റെയിൽവേ 2 വരി പാത നമ്മൾ ഉണ്ടാക്കപ്പെടുന്ന പാട് നമുക്കറിയാം. ഇത് 4 വരി പാതയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ 4 വരി റെയിൽവേ പാത ഉണ്ടാക്കുമെന്നു. അത് സെൻട്രൽ ഗവൺമെന്റ് റെയിൽവേയുമായി ചേർന്ന് ആഗ്രഹം മുന്നോട്ട് വെക്കാന്നുള്ള പ്രധാനം. പിന്നെ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പോൾ 57 ഗവൺമെന്റ് എന്താ ഭൂപരിഷ്കരണം നടപ്പിലാക്കുമെന്ന് പറഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ആളുകൾ ഞെട്ടി. എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റുമോ സംശയമായിരുന്നു. നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു. അങ്ങനെ നടപ്പിലാക്കി കാണിച്ചു. ശ്രീ ഉണ്ണിച്ചെറിയാൻ, നമ്മളിവിടെ ഇപ്പോൾ വികസനത്തിനെക്കുറിച്ച്, സംരംഭങ്ങളെക്കുറിച്ച്, തൊഴിലവസരങ്ങളെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ഭക്ഷണത്തിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഒരു വാർത്ത ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും വിവരാവകാശം വഴി പുറത്തേക്ക് വന്ന വാർത്തയുടെ ആധികാരികതയെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വർഗീയ ഇൻസിഡൻസ് ഉണ്ടാകുന്ന, കമ്മ്യൂണൽ ഇൻസിഡൻസ് ഉണ്ടാകുന്ന ആദ്യത്തെ 7 സംസ്ഥാനങ്ങളിലൊന്ന് നമ്മൾ വളരെ സുരക്ഷിതമെന്ന് കരുതുന്ന കേരളമാണ്. ആ വർഗീയ വിഷയങ്ങൾ ഇവിടെ കൂടി വരുന്നത്, ജാതിമത പ്രശ്നങ്ങൾ കൂടി വരുന്നതിന് ഒക്കെ തടയിടാൻ വേണ്ടിയിട്ട് സർക്കാരിന് കഴിയുമെന്ന് വിശ്വസിക്കാമോ? ഈ സർക്കാരിന് കഴിഞ്ഞില്ലേ പിന്നെ അത് ഒരു സർക്കാരിനും കഴിയില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം ഈ വർഗീയത നമ്മളെത്രയോ വളരെ ഭംഗിയായിട്ട് ചെറുത്തു നിന്ന ഒരു ദുരന്തമായിരുന്നു. പക്ഷേ ഇടക്കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ ഇതിനകത്ത് കയറി ഇടപെടുകയും
ഈ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കാവുന്ന എല്ലാ തരംതാണ വേലകളും കാണിക്കുകയും സമുദായ നേതാക്കന്മാരുടെ കാല് പിടിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി സ്വാഭാവികമായിട്ട് അവർ പവർഫുള്ളായപ്പോൾ അവരുടെ പവർ കാണിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ അണികളെ വളരെ സജ്ജമാക്കി നിർത്തേണ്ടത് വന്നു. സമ്പത്തുണ്ടായി, അതിൻ്റെ മറവിൽ അഴിമതി ഉണ്ടായി. സ്വാഭാവികമായിട്ടും പണം ഉണ്ടാകുന്നൊരു മേഖല അധോലോകം പോലെ തന്നെയാണിത്. അങ്ങനെ ഒരു മേഖലയിൽ സ്വാഭാവികമായിട്ട് സംഘർഷം ഉണ്ടാവും. സംഘർഷം കൂടി ഉണ്ടായാൽ മാത്രമേ ആ കച്ചവടം നടന്നു പോവുള്ളൂ. അതാണ് എന്നെ സംബന്ധിച്ചത്. അപ്പോൾ പിണറായി വിജയനെ പോലെ ഒരാൾ, എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എവിടെയെങ്കിലും വെച്ച് അദ്ദേഹത്തിൻ്റെ മതേതര പ്രതിച്ഛായയെ പറ്റി ഒരു തർക്കം ആരെങ്കിലും ഉന്നയിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും സമുദായത്തെ അദ്ദേഹം വഴിവിട്ട് പ്രീണിപ്പിച്ചതായിട്ടോ ഏതെങ്കിലും സമുദായത്തെ അവഗണിച്ചതായിട്ടോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കിട്ടാവുന്ന, കേരളം ഇപ്പോൾ ഏറ്റവും അധികം ആവശ്യപ്പെടുന്ന ഒരു വിഷയം നമ്മുടെ പഴയ മതേതര മുഖം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അത് കിട്ടാൻ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാനവും ഈ സർക്കാരും ഗുണം ചെയ്യുന്നത് തന്നെയാണ്. അല്ല പ്രവീൺ, തീർച്ചയായും അതിന് മുമ്പ് ഒരു കാര്യം ജ്യോതികുമാർ ചാമക്കാലെ നമ്മൾ പോസിറ്റീവായി കൂടി സംസാരിക്കണമല്ലോ. ഒന്നാമത്തെ, കഴിഞ്ഞ UDF ഗവൺമെൻറ് ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കമ്മ്യൂണൽ വയലൻസ് ഉണ്ടായില്ല. കമ്മ്യൂണലായിട്ടുള്ള ലഹളകളൊന്നും ഞാൻ നോട്ട് ചെയ്തില്ല. നോട്ട് ചെയ്തപ്പോൾ റഹീമിന് ഇല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അത് ഏറ്റവും വലിയൊരു ഗുണമാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി, അത് സഖാ പിണറായി വിജയൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കും, ആഭ്യന്തരം കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ കുട്ടിക്കത്ത് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ പറഞ്ഞ തലശ്ശേരി കലാപം ഒറ്റയ്ക്ക് അതിൻ്റെ ആദ്യഘട്ടത്തിൽ തടഞ്ഞു നിർത്തിയ മനുഷ്യനാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ സെക്യുലർ ക്രെഡൻഷ്യൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പം പോലീസിൻ്റെ മേലെ അദ്ദേഹത്തിന് ശക്തമായ കൺട്രോൾ ഉണ്ടാകും. നമുക്ക് അവരാണല്ലോ അധികം പ്രശ്നത്തിന് കാരണക്കാരാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണലായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായി ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് കരുതുന്നു. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, നമ്മുടെ നാട്ടിൽ പിന്നെ ഈ മതമൗലികവാദ സംഘടനകൾ നടത്തുന്ന ഉത്തരേന്ത്യൻ സിലബസുകൾ ഫോളോ ചെയ്യുന്ന സ്കൂളുകളുണ്ട്. ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ സ്കൂളുകൾ പലതും നാളത്തെ വർഗീയ കലാപത്തിന് പിന്നെ എന്താ പറയുക നേഴ്സറികൾ കൂടിയാണ്. അത് ആ സിലബസ് വായിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കും. ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിന് സോഷ്യൽ ഇടപെടൽ വേണം. ആ രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പും സാംസ്കാരിക വകുപ്പും ഈ ആഭ്യന്തരം എല്ലാം കൂടി പരസ്പരം എന്നുള്ള സംവിധാനം കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ജ്യോതികുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, റഹീം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ വിദ്യാഭ്യാസവും സ്കിൽ ഡെവലപ്മെൻറ്റ് ഒരുമിച്ച് പോകണം. അതിന് ഈ വിദ്യാഭ്യാസം വളരെ വലിയൊരു വകുപ്പായതുകൊണ്ട് ബൈഫക്കേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ജനറൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ. ഇതെൻ്റെ ഒരു സംഭാവനയല്ല, ജ്യോതികുമാറാണ് കുറച്ച് മുമ്പ് അദ്ദേഹം പറഞ്ഞായിരുന്നു. അതും പരിഗണിക്കാവുന്ന വിഷയമാണ് ഭാവിയിലെങ്കിലും. വ്യക്തമാണ്. ശ്രീ ജ്യോതികുമാർ, ഈ വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു വലിയ തടയിടാൻ, അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് തടയിടാൻ വേണ്ടിയിട്ട് ഈ സർക്കാരിന് കഴിയുമെന്ന് ശുഭപ്രതീക്ഷയുണ്ടോ? കഴിഞ്ഞേ മതിയാവും. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടുവരുന്നൊരു സാഹചര്യം, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വർഗീയത അമിതമായി കടന്നു വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ. കാരണം രാഷ്ട്രീയത്തിൻ്റെ എല്ലാ രംഗത്തും വർഗീയ ശക്തികളും മതമൗലികവാദികളും ഒക്കെ ഇടപെടുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതിന് തെളിവുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, നമുക്ക് പരസ്പരം പറയാമെന്നല്ലാതെ. പക്ഷേ അതൊരു വസ്തുതയാണ്. അപ്പോൾ അതിനെ പരമാവധി രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കുകയും രാഷ്ട്രീയത്തിൻ്റെ വഴിക്കും മതമൗലികവാദികൾ അവരുടെ വഴിക്കും സാമുദായിക സംഘടനകൾ അവരുടെ വഴിക്കും സ്വാഭാവികമാണ്. അവരോടൊക്കെ ചർച്ച ചെയ്യണം, അവരുടെ ഡിമാൻഡ്സ് കേൾക്കണം, അവരുടെ ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്തു കൊടുക്കണം, അതെല്ലാം ചെയ്യണം. ഇത് ഇവരെല്ലാം ഒത്തൊരുമിച്ച് പോയേ മതിയാവും. പക്ഷേ എല്ലാവർക്കും അതിനൊരു ലിമിറ്റ്, അതിനൊരു ബാരിയർ ഉണ്ടാവണം. അതിനകത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ വഴിക്കും മതത്തിൻ്റെ വഴിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ ഈ ചർച്ച യഥാർത്ഥത്തിൽ നമ്മളതിൻ്റെ ചരിത്രം നോക്കിയാൽ വിമോചന സമരം മുതലാണ് നമുക്ക് ഈ പറയുന്നൊരു വലിയ പ്രയാസമുണ്ടായത്. രാഷ്ട്രീയക്കാർക്കുള്ളതല്ല, രാഷ്ട്രീയത്തിൽ കൂടി ഞങ്ങൾക്ക് ഇടപെടാം എന്നൊരു അപ്പർ ഹാൻഡ് ഈ സാമുദായിക ശക്തികൾക്ക് വന്നു. അവിടെ മുതൽ നമ്മൾ വില കൊടുക്കേണ്ടി വരികയാണ്, ഇപ്പോഴും തുടരുകയാണ്. അതിൽ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഒന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ രൂപീകരണം ഒരു വിട്ടുവീഴ്ചയില്ല, വളരെ കൃത്യമാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാകുന്നതെന്ന് മാത്രമല്ല, ചങ്ങനാശ്ശേരിയിൽ നിന്നോ കണിച്ചുകുളങ്ങരയിൽ നിന്നോ പാണക്കാട്ട് നിന്നോ കുറിപ്പടി കിട്ടിയിട്ടല്ല AK സെൻറ്ററിൽ തീരുമാനമെടുത്തത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതൊരു പുതിയ മാതൃകയാണ് തുടക്കം കുറിക്കുന്നത്. ആരും പറഞ്ഞതുമില്ല, എന്തേ ആ ചർച്ച ഇപ്പോൾ വന്നില്ല? ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ വിഭാഗം, പ്രധാനമായും ശ്രീ KT ജലീൽ അല്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഒരു വിഭാഗത്തിനോടും പ്രത്യേക മമതയില്ല, ഒരു വിഭാഗത്തിനോടും പ്രത്യേക സ്നേഹവുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യനീതി, ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സത്യപ്രതിജ്ഞാപരവും അതാണ്. രണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്രീ ഫക്രുദ്ദീൻ്റെ നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണമെന്ന്. ഞാൻ പറയുകയാണ്, നമ്മൾ ഇപ്പോൾ നാഷണൽ ക്രൈം കണക്കാണ് താങ്കൾ അവതരിപ്പിച്ചെന്ന് കരുതുന്നു. ഇവിടെ കമ്മ്യൂണൽ ഇൻസിഡൻസ് കൂടിയിട്ടുണ്ട്. BJP കഴിഞ്ഞ UDF അധികാരമേറ്റെടുത്ത് ഇപ്പോഴേക്കും വോട്ട് പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചു. ഈ BJP ശക്തമായി പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ അവരുടെ ചില പ്രവണതകൾ പ്രകടിപ്പിച്ചു തുടങ്ങി. ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടാകാനിടയായത് ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തണം. ഏതെങ്കിലും ഒരു സമൂഹത്തെ പ്രത്യേകമായി പ്രീണിപ്പിക്കുന്നു എന്ന് തോന്നുന്നത്, ഒരു സാമൂഹികമായ നീതി അവിടെ ലംഘിക്കപ്പെടുന്നു എന്ന് തോന്നുന്നത്, അതിനെ ഈ വർഗീയ ശക്തികൾക്ക് ആയുധമാക്കി എടുക്കാൻ ശരി, വ്യക്തമാണ്. അത് ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം മാത്രം. രണ്ട് മുന്നണികളെ ഉണ്ടാകും നിയമസഭയ്ക്കുള്ളിൽ, NDAയും ഉണ്ടാകും, അതുപോലെ UDFും ഉണ്ടാകും. കൃത്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷ സപ്പോർട്ട് ക്രിയാത്മകമായിട്ടുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷ LDFിനുണ്ടോ ഈ സർക്കാരിൻ്റെ തുടക്കം
നമ്മൾ കാത്തു നിൽക്കും. അല്ല, അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ UDF ആണ് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷം. UDF ആണ് പ്രതിപക്ഷം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ BJP അങ്ങനെ ഒരു പ്രതിപക്ഷമായി ആക്ട് ചെയ്യും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ അതിനുള്ളൊരു ശേഷിയും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ശരി, വ്യക്തമാണ്. നമ്മുടെ ഒരു കാര്യം ഞാൻ ഉദ്ദേശിച്ചത് കൈവെട്ട് കേസ് പോലെയുള്ള അത് പൂന്തുറ കലാപം പോലെയുള്ള മാകാട് 1-2 കലാപങ്ങളൊന്നും കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല. നല്ല കാര്യമാണ്. അതിന്റെ കണ്ടിന്യൂറ്റി കൂടുതൽ ശക്തമായ രീതിയിലുണ്ട്, ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് വരാൻ പോകുന്ന സർക്കാരിൻ്റെ പല നിലപാടുകളെക്കുറിച്ച്, പ്ലാനുകളെക്കുറിച്ച്, അതിനുള്ള കടമ്പകളെക്കുറിച്ച് ഒക്കെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വരികയുണ്ടായി. ഇതൊക്കെ കൂടെ സ്വാംശീകരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലുള്ള ആർജവമുള്ള സർക്കാരായി മുന്നോട്ട് പോകുമെന്നും അത് കേരളത്തിന് മുന്നോട്ട് കൈപിടിച്ച് നടത്തുമെന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പറഞ്ഞുകൊണ്ട് ചർച്ച ന്യൂസ് ആൻഡ് വ്യൂസിലെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫക്രുദ്ദീൻ, റഹീം, ശ്രീ ഉണ്ണിച്ചെറിയാൻ, ജ്യോതികുമാർ ചോമക്കാല, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തത്.